നമസ്കാരം. ഞാൻ ഇന്ന് പറയാനിരിക്കുന്ന വിഷയം മഹിളാ ബച്ചത് കട്ട് എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനിലും മഹിളാ ബച്ചത് കട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളി മഹിളാ രത്നങ്ങളും ഇതുപോലുള്ള ബച്ചത് കട്ട് ഉണ്ടാക്കി ചെറുകിട വ്യവസായം തുടങ്ങുവാൻ പറ്റും. അതായത് 11 പേരടങ്ങുന്ന അതാത് മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലായിരിക്കണം നമ്മുടെ അഡ്രസ്സ്. റേഷൻ കാർഡും ആധാർ കാർഡും ആ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ ഇരിക്കുന്ന സ്ഥലത്തുള്ളതായിരിക്കണം. 11 പേരടങ്ങുന്ന മഹിളകൾ ചേർന്ന് ബച്ചത് കട്ട് ഉണ്ടാക്കാം. 11 പേരിൽ 15 പേരായാലും പ്രശ്നമില്ല. 11 പേരടങ്ങുന്ന ഏറ്റവും ചുരുങ്ങിയത് 11 പേര് വേണം. അപ്പൊ ഈ മഹിളാ ബച്ചത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം, ഈ 11 പേര് ചേർന്ന് മഹിളാ ബച്ചത് കട്ട് രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്യാൻ മുനിസിപ്പാലിറ്റിയിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിവിഷൻ ഉണ്ട്. ആ ഡിവിഷനിൽ പോയി എൻക്വയറി ചെയ്താൽ മഹിളാ ബച്ചത് കട്ട് ഏത് മുനിസിപ്പാലിറ്റിയിലും മഹാരാഷ്ട്രയിലെ ഏതൊരു മഹാനഗരപാലികയിലും പോയി മഹിളാ ബച്ചത് കട്ടിനെ കുറിച്ച് നമുക്ക് അറിവ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ഡെസ്ക് ഉണ്ട്. അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പൊ അവരൊരു ഫോം തരും. ആ ഫോം തന്നാൽ ആ ഫോം പൂരിപ്പിച്ച് ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഫോട്ടോ സഹിതം എല്ലാവരുടെയും ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ 11 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു പേര് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പേരിൽ മഹിളാ ബച്ചത് കട്ടിന്റെ ഹെഡ്ലൈൻ ആ പേരിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിനകം, ഈ 6 മാസത്തിനകം അത് ലിസ്റ്റഡ് ആവും, മുനിസിപ്പാലിറ്റിയിൽ ലിസ്റ്റഡ് ആവും. ആ ലിസ്റ്റഡ് ആയതിനു ശേഷം ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുവാൻ വേണ്ടി മഹിളാ ബച്ചത് കട്ടുകാർക്ക് ലോൺ, സബ്സിഡി അടക്കമുള്ള ലോൺ അവൈലബിൾ ആണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ, എന്തൊക്കെയാണ് ഈ മഹിളാ ബച്ചത് കട്ടിലൂടെ നമുക്ക് ഏതൊക്കെ വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടി പറ്റും, ഏതൊക്കെ വ്യവസായങ്ങൾക്ക് എത്ര തുക ലോൺ കിട്ടും, അതിൽ സബ്സിഡി എത്ര എന്നുള്ള വിവരങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഞാൻ ഇത്രയേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മഹാരാഷ്ട്രയിൽ ഒരുപാട് മലയാളി ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഒരു മലയാളി കൂട്ടായ്മ, ആ കൂട്ടായ്മ ഇതുപോലുള്ള ബച്ചത് കട്ട് രജിസ്റ്റർ ചെയ്ത് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടി പറ്റും. നമ്മൾ കൂടുതലും ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അതായത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി നമുക്ക് ലഭ്യമാണ്. അപ്പോ കൂടുതലും ഇതിൽ ആൾക്കാർ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. ചിലപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ ഒരുപാട് സെൻട്രൽ ഗവൺമെന്റിന്റെതും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെതുമായ ഒരുപാട് ബെനിഫിറ്റ് ഈ മഹിളാ ബച്ചത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഞാൻ ഇത്രേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാ മഹിളാ രത്നങ്ങളോടും അതാത് ഏരിയയിൽ, അതാത് മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിങ്ങളും ഈ ബച്ചത് കട്ട് രജിസ്റ്റർ ചെയ്ത് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. എല്ലാവരോടും ഒരു അഭ്യർത്ഥനയാണ്, തീർച്ചയായും ഇതിൽ ഇൻട്രസ്റ്റ് എടുക്കണം. നന്ദി, നമസ്കാരം.